നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. ഒന്നിച്ചിരുന്നാൽ പരിഹാരമാകുമോ? പ്രതിസന്ധികൾക്കു നടുവിൽ ആം ആദ്മി ദേശീയ നിർവാഹക സമിതി യോഗം. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കില്ല. പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. കെജ്രിവാളിന് തലവേദനയായി യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും. ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഓംബുഡ്സ്മാൻ യോഗേന്ദ്ര യാദവിന്റെ കത്ത്. പാർട്ടിയിൽ സുതാര്യതയില്ലെന്ന് ഭൂഷൺ. പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ ഖേദമറിയിച്ച് കെജ്രിവാൾ. പ്രശ്നങ്ങളിൽ പങ്കാളിയാകാനില്ല. ശ്രദ്ധ ഡൽഹി ഭരണത്തിൽ നിന്നും പ്രതികരണം. 10 ദിവസത്തെ പ്രകൃതി ചികിത്സയ്ക്കായി കെജ്രിവാൾ ബംഗളൂരിലേക്ക്. കലാപക്കൊടി ഉയർത്തിയ യോഗേന്ദ്ര യാദവിനും പ്രശാന്ത് ഭൂഷണുമെതിരെ നടപടിയെടുക്കണമെന്ന് കെജ്രിവാൾ പക്ഷം യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. വിമോചനത്തിന്റെ ശാസ്ത്രകാരന് വിട. പ്രമുഖ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ നൈനാൻ കോശി അന്തരിച്ചു. അന്ത്യം രാവിലെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ. അധ്യാപകനായും രാഷ്ട്രീയ സാമൂഹിക ചിന്തകനായും വിദേശകാര്യ വിദഗ്ധനായും നിറഞ്ഞ വ്യക്തിപ്രഭാവം അസ്തമിച്ചത് 81 വയസ്സിൽ. 1999 മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി. അന്താരാഷ്ട്ര വിഷയങ്ങളിലും ദൈവശാസ്ത്രത്തിലും പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. വാക്കിലും എഴുത്തിലും നിറഞ്ഞത് സ്വതന്ത്ര ചിന്തയുടെ പ്രകാശദീപ്തി. ബൈബിളിനെ മാർക്സിസ്റ്റ് ചിന്താധാരയുമായി ബന്ധിപ്പിച്ച് പ്രൊഫസർ നൈനാൻ കോശി നടത്തിയ പഠനങ്ങൾ ശ്രദ്ധാർഹം. നിരവധി കോളേജുകളിൽ അധ്യാപകനായും സേവനം. ബാക്കിയാകുന്നത് അപൂർവ ചിന്തകളുടെ അക്ഷരാഗ്നി. റിപ്പോ കുറച്ച് റിസർവ് പ്രതീക്ഷ. ബാങ്കുകൾ ഭവന വായ്പാ പലിശ നിരക്കുകൾ കുറച്ചേക്കും. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 0.5% കുറച്ച് 7.5 റിവേഴ്സ് റിപ്പോ നിരക്കിലും കരുതൽ ധനാനുപാതത്തിലും മാറ്റമില്ല. വായ്പാ പലിശകളിൽ കുറവ് വരുത്തിയേക്കുമെന്ന പ്രതീക്ഷയിൽ സാമ്പത്തിക രംഗം. റിപ്പോ നിരക്കിൽ നേരത്തെ വരുത്തിയ 0.5% കുറവിനെ തുടർന്ന് വായ്പാ പലിശ കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബാങ്കുകൾ കനിഞ്ഞില്ല. സാമ്പത്തിക വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ടതും നാണ്യപ്പെരുമ നിരക്കിലെ കുറവും അനുകൂല ഘടകങ്ങൾ. വാഹന വിപണിയിൽ പുത്തനുണർവ്. അനുഗ്രഹധന്യത കാത്ത് അനന്തപുരി. അഭയവരദായിനിയുടെ അനുഗ്രഹം തേടി അങ്കനാർച്ചന. ആറ്റുകാൽ ദേവിക്ക് നാളെ ഭക്തലക്ഷങ്ങളുടെ പൊങ്കാല. തലസ്ഥാനം അവസാന ഒരുക്കങ്ങളിൽ. പൊങ്കാല നിവേദ്യത്തിന് ഇക്കുറി എത്തുന്നത് 40 ലക്ഷം പേരെന്ന് പ്രതീക്ഷ. അടുപ്പുവെട്ട് രാവിലെ 10:15. നിവേദ്യം 3:15. ആറ്റുകാൽ ശരണപ്രാർത്ഥനകളുടെ സ്ത്രീ സമുദ്രം. മറ്റു ജില്ലകളിൽ നിന്ന് ഇന്നു മുതൽ ആറ്റുകാലിലേക്ക് പ്രത്യേക KSRTC സർവീസുകൾ. സുരക്ഷയൊരുക്കാൻ 3000 പോലീസുകാർ. പൊങ്കാല അടുപ്പ് കൂട്ടാൻ ഇക്കുറി കൂടുതൽ സൗകര്യം. അഭയാംബികയുടെ അനുഗ്രഹത്തിലേക്കൊഴുകാൻ അനന്തപുരി വീഥികൾ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.